യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവജനമേ, നമ്മൾ എല്ലാവരും തന്നെ ഏതോ ഒരു തരത്തിൽ ദുഃഖത്തിലും പീഡയിലും അസമാധാനത്തിലും മനസ്സിൻ്റെ വേദനയിലും കൂടിയാണ് നമ്മൾ കടന്നു പോവുക. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 77:10 ഇങ്ങനെ പറഞ്ഞു: അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ദുഃഖത്തിലൂടെ കടന്നു പോവുക? തകർച്ചയിലൂടെ ഞാൻ കടന്നു പോവുക, വേദനയിലൂടെ ഞാൻ കടന്നു പോവുക എന്തുകൊണ്ടാണ്? നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ജോബ് ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനയുടെ തകർച്ചയിലൂടെയും കടന്നുപോയവനാണ്. ജോബിന് മനസ്സിലായില്ല എന്താണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. സങ്കീർത്തകനായ ദാവീദിലൂടെ അത് വെളിപ്പെടുകയാണ്. സങ്കീർത്തകൻ പറയാണ്, എൻ്റെ ദുഃഖത്തിൻ്റെ മൂല കാരണം അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ്. പ്രിയമുള്ളവരെ, അത്യുന്നതൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ദാവീദ് സങ്കീർത്തകൻ പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി എന്നിൽ രൂപപ്പെടാത്തതാണ്. ദൈവാത്മാവാകുന്ന അഗ്നി എന്നിൽ രൂപപ്പെടാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലും നിങ്ങളിലും രൂപപ്പെടുന്നത്? എപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ രൂപപ്പെടുന്നത്? നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 7:37 ഇപ്രകാരം യേശു പറഞ്ഞു: ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ ആ മനുഷ്യൻ എൻ്റെ അരികിൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി പൊട്ടിപ്പുറപ്പെടും. എന്ന് പറഞ്ഞാൽ, എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്നെ ഹൃദയത്തിൽ രക്ഷകനായി നാഥനായി സ്വീകരിക്കുന്നവൻ്റെ ഹൃദയത്തിൽ ആ അഗ്നി പുറപ്പെടും, ആ ജീവജലത്തിൻ്റെ ഉറവ പൊട്ടിപ്പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ അഗ്നി നമ്മളിൽ പൊട്ടിപ്പുറപ്പെട്ടാൽ തുടർന്ന് അത് പ്രവഹിക്കുകയും പടരുകയും വളരുകയും നമ്മൾ ശക്തി പ്രാപിക്കുകയും ചെയ്യണം. എപ്പോഴാണ് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കത്തിപ്പടരുന്നത്? പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഒരു വ്യക്തിയിൽ കത്തിപ്പടരുന്നതും പൊട്ടിയൊഴുകുന്നതും അത് നീർച്ചാലായി രൂപാന്തരം പ്രാപിക്കുന്നതും എപ്പോഴാണ്? ഒരു വ്യക്തി പ്രാർത്ഥനയുടെ നിമിഷത്തിൽ യേശുവുമായിട്ടൊന്നു ചേരുന്ന അവസരത്തിലാണ് ഈ ആത്മാവിൻ്റെ ശക്തി പൊട്ടിയൊഴുകുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ലൂക്കാസ് വിശേഷം 11:13 ഇപ്രകാരം ഒരു വാഗ്ദാനം നൽകി. എന്താണ് ആ വാഗ്ദാനം? വളരെ മർമ്മപ്രധാനമായൊരു വാഗ്ദാനമാണ്. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ കത്തിപ്പടരുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ വ്യാപിക്കുന്നത് നമ്മൾ ചോദിക്കുമ്പോഴാണ്. ആസ്ക് യു ഷാൽ റിസീവ്. ചോദിക്കുക, നിനക്ക് നൽകപ്പെടും. എന്താണ് ചോദിക്കേണ്ടത്? ഈ ലോകത്തിൽ ഒരു വിശ്വാസിക്ക് ചോദിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായ കാര്യം, ഒരു വിശ്വാസിക്ക് ലോകത്തിൽ ചോദിക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും ലളിതവും ഉന്നതവുമായ കാര്യം, അത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവ്. ആസ്ക് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ്. നീ ചോദിച്ചാൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. പ്രാർത്ഥിച്ച് ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. പ്രാർത്ഥിച്ച് ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. പ്രിയപ്പെട്ടവരെ, ഈ സത്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. പ്രാർത്ഥിച്ച് ഓരോ പ്രാർത്ഥനയിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നിറയാണ്. നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം എന്താണ്? നീ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. നീ ജപമാല ജപിക്കുമ്പോൾ ആ ജപങ്ങൾക്കിടയിലൂടെ നിന്നിലേക്ക് പ്രവേശിക്കുന്ന ശക്തി എന്താണ്? പരിശുദ്ധാത്മാവ്. നീ കുരിശിൻ്റെ വഴി അർപ്പിക്കുമ്പോൾ, യേശുവിൻ്റെ പീഡകളെ ധ്യാനിക്കുമ്പോൾ നീ സ്വീകരിക്കുന്ന അനുഗ്രഹം എന്താണ്? പരിശുദ്ധാത്മാവ്. നീ ലോകമെമ്പാടുമുള്ള വ്യക്തികൾ ദൈവകരുണ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവനും സ്വീകരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരവും
നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്ക് സമാധാനവും അത് പരിശുദ്ധാത്മാവാണ്. നാം ചോദിക്കേണ്ടതും യാചിക്കേണ്ടതും മറ്റ് എന്തിനേക്കാൾ ഉപരിയായി പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ചോദിക്കേണ്ടതും യാചിക്കേണ്ടതും. ചോദിച്ചാൽ ഉടനെ തരുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്ന കാര്യം തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ തൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും നൽകുവാൻ ദൈവം പിതാവ് തൻ്റെ പുത്രനായ യേശുവിലൂടെ ഇതാ സദാ സന്നദ്ധനായിരിക്കുന്നു. എൻ്റെ ദാസൻ്റെയും എൻ്റെ ദാസിയെയും പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ദൈവം. അത്യുന്നതൻ കാത്തിരിക്കുന്നു, എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കാൻ അവിടുന്ന് കാത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തിരുവചനം നമ്മളെ ഓർമ്മിക്കുന്നു, നമ്മൾ സദാ പ്രാർത്ഥന നിരതരായിരിക്കണം. ലൂക്കാസ് സുവിശേഷം 18 അധ്യായം 1 തിരുവചനത്തിൽ ഒരു ഉപമയ്ക്ക് ആമുഖമായി ഇതാ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്: എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ, ഭഗ്നാശനാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഏതുപമയാണ്? വിധവയുടെയും ന്യായാധിപൻ്റെയും ഉപമയെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തു. എപ്പോഴും പ്രാർത്ഥിക്കാൻ, നിരന്തരം പ്രാർത്ഥിക്കാൻ. കാരണം നിരന്തരം ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൽ ജാഗരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ അനുഭവവും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതവും നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദൈവം നമ്മുടെ പ്രാർത്ഥനയുടെ മേഖലകളെ അല്പമൊന്ന് ഉയർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ കുറച്ച് കഴിയുമ്പോൾ അവന് പ്രാർത്ഥന അവൻ നടത്തുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ പല ദുഃഖങ്ങളും അവനെ വേട്ടയാടാൻ തുടങ്ങുന്നു. പ്രതിസന്ധികൾ അവനുണ്ടാകുന്നു, വേദനകൾ അവനെ പിന്തുടരുന്നു. പ്രാർത്ഥിച്ചിട്ടും അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി മാറുന്നില്ല. അവനും അവൾക്കും അസ്വസ്ഥതയായി. എന്തുകൊണ്ട് ദൈവം എൻ്റെ കണ്ണീര് കാണുന്നില്ല, എൻ്റെ പ്രതിസന്ധി മാറ്റുന്നില്ല? ഞാൻ വിശ്വസ്തനായിരുന്നിട്ടും, ഞാൻ വിശ്വസ്തയോടുകൂടെ വ്യാപരിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് ദുഃഖം എന്തുകൊണ്ട് അകലുന്നില്ല? പ്രിയമുള്ളവരെ, ഈ പ്രതിസന്ധി അനുഭവിച്ചൊരു വ്യക്തിയാണ് ജോബ്. ജോബ് കർത്താവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ ദുഃഖക്കടലിൽ തള്ളിവിട്ടത്? എന്തുകൊണ്ടാണ് നീ എന്നെ ദുഃഖക്കടലിൽ തള്ളിവിട്ടത്? ഞാൻ നീതിമാനായിരുന്നില്ലേ? പ്രാർത്ഥിച്ചിരുന്നില്ലേ? ഞാൻ നിരന്തരവും കൽപ്പനകളെ വ്യാപരിച്ചിരുന്നില്ലേ? എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നെ ദുഃഖക്കടലിൽ തള്ളിയിട്ടു? പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ദുഃഖം അനുവദിക്കുന്നതിന് പിന്നിൽ, തകർച്ചയിലൂടെ കടന്നു പോകാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട രഹസ്യമുണ്ട്. ആ രഹസ്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ നല്ലൊരു ശതമാനം പ്രാർത്ഥനയും നമുക്ക് വേണ്ടി തന്നെ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണ്. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ പ്രിയപ്പെട്ടവരടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പിന് വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥന. മറ്റു വാക്കിൽ പറഞ്ഞാൽ നല്ലൊരു ശതമാനം പ്രാർത്ഥനയും സ്വാർത്ഥപ്രേരിതമാണ്, സെൽഫ് സെൻറ്റേർഡാണ്. അങ്ങനെ സ്വാർത്ഥപ്രേരിതമായ പ്രാർത്ഥനയിലൂടെ നടക്കുമ്പോൾ ദൈവം നമ്മളെ എന്തു ചെയ്യും? അല്പമൊന്ന് കാലിടറാൻ, ഒരു ചെറിയ കുഴിയിലേക്ക് മറിഞ്ഞു വീഴാൻ, നമുക്ക് അല്പമൊരു ദുഃഖമുണ്ടാകാൻ ദൈവം അനുവദിക്കുന്നു. അങ്ങനെ ഒരു ദുഃഖത്തിൻ്റെ മേഖലയിലേക്കാണ് ജോബിനെ ദൈവം കടത്തിവിട്ടത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുഃഖമുണ്ടാകാൻ ദൈവം അവനെ അനുവദിച്ചു. എന്തിനാണ് ദൈവം ഈ ദുഃഖത്തിലൂടെ കടന്നു പോകാൻ അവനെ അനുവദിച്ചത്? അതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ടായിരുന്നു. ജോബിൻ്റെ ജീവിതത്തിൽ ജോബ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും യാചിച്ചുകൊണ്ടിരുന്നതും നീതിമാനായിരിക്കുമ്പോഴും അവൻ്റെ ഉദ്ദേശവും അവൻ്റെ പ്രാർത്ഥനകളും അവനും അവൻ്റെ കുടുംബത്തിനും വേണ്ടിയുള്ളതായി. ദൈവം പറഞ്ഞു, നീ നീതിമാനും തെരഞ്ഞെടുക്കപ്പെട്ടവനുമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ദാസൻ കേവലം തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, ലോകം മുഴുവനും വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ. നീ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലാണ്. സഹോദര സഹോദരി, എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, നമ്മൾ ഓരോരുത്തരും കേവലം
നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനല്ല. നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ല. ഒരു തെരഞ്ഞെടുപ്പ് ദൈവം നമുക്ക് തന്ന് ഈ കൺവെൻഷനിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് നമ്മളെ ഓരോരുത്തരെയും ലോകം മുഴുവന് വേണ്ടിയും കരങ്ങളുയർത്തി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുപ്പ് തന്ന് ഈ പോട്ടാക് ബൈബിൾ കൺവെൻഷൻ്റെ അവസാന ദിവസത്തിൽ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. ജോബ് തൻ്റെ വേദനയുടെ അവസാനത്തിൽ വേദനയുടെ കാരണം ചോദിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൽ ഒരു അഗ്നി കൊടുത്തു. എന്തായിരുന്നു അഗ്നി? ജോബിൻ്റെ പുസ്തകം 42:10. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൻ്റെ കുടുംബം, തൻ്റെ മക്കൾ, തൻ്റെ ഭാര്യ, തൻ്റെ സമ്പത്ത് എന്ന ആ വേലിക്കെട്ട് പൊളിച്ച് ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ കടന്ന് തൻ്റെ പരിചയത്തിലിരിക്കുന്നവർക്ക് വേണ്ടി, തൻ്റെ ചുറ്റുമുള്ള ലോകത്തിന് വേണ്ടി തൻ്റെ പ്രാർത്ഥനകൾ ഉയർത്താൻ തുടങ്ങി. അപ്പോൾ തിരുവചന ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ദൈവം അവൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കൂ. അവന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 2 ഇരട്ടിയായി ദൈവം അവൻ്റെ ഐശ്വര്യത്തെ പുനഃസ്ഥാപിച്ചു. പ്രൈസ് ദി ലോർഡ്. കൈയടിക്കുമോ ദൈവമക്കളെ? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വേദനയിലൂടെ കടത്തിവിട്ടതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തി നമ്മൾ എന്ത് ചെയ്യണം? ഞാനൊരു ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പം, ഒരു രോഗത്തിലൂടെ കടന്നു പോകുമ്പം, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം എന്നെപ്പോലെ വേദനയിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും കഴിയുന്ന അനേക ആയിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ വിളിക്കുന്നുവെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ടും വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ ഒരു കൺവെൻഷനിൽ വചനം പങ്കുവയ്ക്കാൻ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ചനോടൊപ്പം ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഒരു ആദ്യത്തെ ദിവസത്തെ കൺവെൻഷൻ്റെ വൈകുന്നേരം നായ്ക്കമ്പറമ്പിൽ അച്ഛൻ്റെ അടുക്കൽ 6 മാസമായി അരയ്ക്ക് താഴോട്ട് പൂർണ്ണമായി തളർന്ന ഒരു സ്ത്രീയെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അച്ഛൻ ആ സ്ത്രീയുടെ അരികിൽ പ്രാർത്ഥിക്കാൻ വന്നതെന്ന് 5 മിനിറ്റ് നേരം വെറുതെ നിന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രേരണ കിട്ടുന്നില്ല. അച്ഛൻ ആ സ്ത്രീയെ അവിടെ ഉപേക്ഷിച്ചിട്ട് അച്ഛൻ മുകളിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. പോകുന്നതിനിടയിൽ തിരിച്ചു വന്നിട്ട് അവളോട് പറഞ്ഞു, 2 ലക്ഷം പേര്, നിന്നെപ്പോലെ സഹിക്കുന്ന 2 ലക്ഷം പേർക്ക് വേണ്ടി ഇപ്പോൾ തൊട്ട് പ്രാർത്ഥിക്കുക, നാളെ വന്ന് വചനം കേൾക്കുക. അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ദുഃഖം തോന്നി. അച്ഛൻ ഒരു പ്രാർത്ഥന പോലും ആ സഹോദരിക്ക് ചൊല്ലിക്കൊടുത്തില്ല. അല്പം പോലും പ്രാർത്ഥന ചെയ്യാൻ മനസ്സ് കാണിക്കാണ്ട് അച്ഛൻ പോയി. ആ ദുഃഖം പരിഹരിക്കാൻ വേണ്ടി ഞാൻ ആ സഹോദരിയുടെ തലയിൽ കൈവച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ച് അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. അടുത്ത ദിവസം പ്രഭാതത്തിൽ ആ സഹോദരി ഒരു വീൽ ചെയറിൽ, ഒരു കാറിൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നു. അവിടെ ഇരുന്ന് ആ സഹോദരി ജപമാല കയ്യിലെടുത്ത് കൺവെൻഷൻ സമയം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം കേട്ടു. ആ കൺവെൻഷനിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അനേകം രോഗികൾ സൗഖ്യം പ്രാപിച്ചു. എന്നാൽ ഈ മകൾക്ക് മാത്രം സൗഖ്യം കിട്ടിയില്ല. ശുശ്രൂഷ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. ഈ മകളെ കൊണ്ടുപോകാൻ കാറ് കൺവെൻഷൻ ഗ്രൗണ്ടിലെത്തി. എല്ലാവരുടെയും മനസ്സിൽ ദുഃഖം നിറഞ്ഞു. ഇവൾക്ക് മാത്രം സൗഖ്യം കിട്ടിയില്ല. അവൾ വീൽ ചെയറിൽ നിന്ന് കാറിലേക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള ചെറുപ്പക്കാർ അടുത്തെത്തിയപ്പോൾ അവൾക്ക് തോന്നി, ആരുടെയും സഹായം കൂടാതെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുമായിരിക്കാം. അവൾ തന്നെ എഴുന്നേറ്റ് നോക്കി. അത്ഭുതം എന്ന് പറയട്ടെ, അവൾ എഴുന്നേറ്റ് നിന്നു. സ്വന്തം കാലുകൾ ബലം പ്രാപിച്ച് അവൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവൾക്ക് തോന്നി, അങ്ങനെയെങ്കിൽ കാറിലേക്ക് നടന്നെടുക്കണം, തന്നെ നടക്കണം. ആരുടെയും സഹായം കൂടാതെ അവൾ കാറിലേക്ക് പോയി നടന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? തന്നെപ്പോലെ വേദനിക്കുന്ന തളർവാദ രോഗികളായ 2 ലക്ഷം പേർക്ക് വേണ്ടി കൊന്തം മണികളിൽ അവൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന 24 മണിക്കൂറുകളുടെ പ്രാർത്ഥന ഇതാ അവളിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 6 മാസമായി തളർന്നുപോയ ചലനം നഷ്ടപ്പെട്ട അവളുടെ ശരീരത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ
അനുഗ്രഹം പ്രാപിക്കുവാൻ സജ്ജമാക്കി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രിയമുള്ളവരെ, ഇത് അച്ഛനിലൂടെ നൽകപ്പെട്ട ഒരു വലിയ പ്രവചനമായിരുന്നു. നാം ഓരോരുത്തരും ഏതെങ്കിലും ഒരു ദുഃഖത്തിലോ ദുരിതത്തിലോ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്താണ്? എന്നെപ്പോലെ പീഡ അനുഭവിക്കുന്ന അനേകർക്ക് വേണ്ടിയിട്ട് ഞാൻ ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണം. അവർക്ക് വേണ്ടി, അവരുടെ പാപത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കണം. അവർ പരിശുദ്ധാത്മാവ് നിറയാൻ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥനകൾ ഉയർത്തുമ്പോൾ ആണ് എന്നിലേക്ക് പരിശുദ്ധാത്മാവ് കത്തിപ്പടരുക. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ കത്തിപ്പടരുന്നത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥനകൾ ഉയർത്തുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ അത്ഭുതകരമായ ഒരു വാഗ്ദാനം ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ വാഗ്ദാനം മറക്കരുത്, മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ആ വാഗ്ദാനം എന്താണ്? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുകയില്ലേ? അതിന് കാലവിളംബം വരുത്തുമോ? ഒരിക്കലുമില്ല. വേഗം നീതി നടത്തിക്കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യം ഇതാണ്: ഒരു തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. ഈ വിലപ്പെട്ട പ്രാർത്ഥന നീ ആർക്ക് വേണ്ടി അർപ്പിക്കണം? നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടിയല്ല നീ അർപ്പിക്കേണ്ടത്. തിരഞ്ഞെടുക്കപ്പെട്ടവൻ പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? ഈ ലോകത്തിൽ ദുഃഖത്തിലും ദുരിതത്തിലും പാപത്തിലും കഴിയുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് വിലപ്പെട്ടവൻ കണ്ണീരൊഴുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരഞ്ഞെടുക്കപ്പെട്ടവൻ കണ്ണീരൊഴുക്കേണ്ടത് ഇപ്രകാരമുള്ളവർക്ക് വേണ്ടിയാണ്. ഈ ലോകത്തിൽ ദൈവത്തെ അറിയാത്ത, സത്യദൈവത്തെ അറിയാത്ത, ആരാധിക്കാത്ത, വിഗ്രഹത്തിൽ മുഴുകിക്കഴിയുന്ന, പാപത്തിലും മ്ലേച്ഛതയിലും കഴിയുന്ന, പാപത്തിൻ്റെ ഫലമായി രോഗത്തിലും പീഡയിലും കഴിയുന്ന ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണീരൊഴുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിളിൽ നമ്മൾ നോക്കിയാൽ ബൈബിളിലെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരിലും ദൈവം ഈ ഉൾക്കാഴ്ച നൽകിയിരുന്നു. അബ്രഹാത്തെക്കുറിച്ച് ബൈബിൾ പറയുക, ദൈവം പറഞ്ഞത് ഇവൻ എൻ്റെ പ്രവാചകനാണ്. അബീമലേക്കിൻ്റെ മുമ്പിൽ വെച്ച് ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രവാചകനാണ്, ഇവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 18-ാം അധ്യായത്തിൽ 22 തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണും, അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, സോദോം ഗൊമോറ ദേശങ്ങൾ നശിപ്പിക്കപ്പെടാൻ പോകുന്നു. ഇത് കേട്ട അബ്രാഹത്തിന് ഇരിക്കപ്പുറതി ഉണ്ടായില്ല. ദുഃഖം കൊണ്ടും അവരുടെ വേദന, അവരനുഭവിക്കാൻ പോകുന്ന വേദനയുടെ കാഠിന്യവും അവൻ്റെ മനസ്സിനെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവൻ ഇപ്രകാരം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, സോദോമിലും ഗൊമോറയിലുമുള്ള ദുഷ്ടരോടൊപ്പം നീ നീതിമാന്മാരെ കൂടെ നശിപ്പിക്കൂ. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ നഗരത്തോട് നീ കരുണ കാണിക്കുമോ? അബ്രാഹാം വേദനയോടെ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഈ നഗരത്തോട് കരുണ കാണിക്കും. പക്ഷേ 50 പേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമ്പർ 45 30 20 10 10 എന്ന നമ്പർ കർത്താവ് പിന്നെ കുറയ്ക്കാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ഒരു ബൈബിൾ പണ്ഡിതൻ ഇപ്രകാരം രേഖപ്പെടുത്തി, അന്ന് സോദോം ഗൊമോറ നഗരത്തിലുണ്ടായിരുന്ന മൊത്തം ജനസംഖ്യ 10,000 ആയിരുന്നു. 10,000 വ്യക്തികൾക്ക് ഏറ്റവും കുറഞ്ഞത് 10 പേരെങ്കിലും ദൈവസന്നിധിയിൽ കരുണയാചിക്കാനുണ്ടെങ്കിൽ ഈ നഗരത്തോട് ഞാൻ കരുണ കാണിക്കും എന്ന് പറഞ്ഞാൽ, ഒരു ആത്മാവ്, ഒരു വിശ്വാസി ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 1000 ആത്മാക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം എന്ന് സൂചിപ്പിക്കാനാണ് അപ്രകാരം ചെയ്തത് എന്ന് ഒരു പണ്ഡിതൻ വ്യാഖ്യാനിക്കുകയാണ്. പണ്ഡിത വ്യാഖ്യാനം ശരിയോ തെറ്റുമാകട്ടെ, ഒരു കാര്യം സത്യമാണ്: തെരഞ്ഞെടുക്കപ്പെട്ടവൻ ഈ ലോകത്തിൽ പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിഞ്ഞ് പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് വേണ്ടി
കണ്ണീരൊഴുക്കാൻ വേണ്ടിയാണ് ദൈവം അവനെ തെരഞ്ഞെടുത്തത്. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ദാസനായ മോശ ഈ സത്യം ഗ്രഹിച്ചവനാണ്. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 20-ാം തിരുവചനം നിങ്ങൾ പരിശോധിക്കുക. 12 മുതലുള്ള തിരുവചനം പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ കോപം ഇസ്രായേൽ ജനതയുടെ അവിശ്വസ്തത മൂലം കത്തിജ്വലിച്ച് ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ഈ ജനത്തിൻ്റെ മേൽ അസഹിഷ്ണുവായിരിക്കുന്നു, ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോകും. മോശ ദൈവത്തിൻ്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഈ ജനത്തിൻ്റെ പാപം നീ ക്ഷമിക്കണം, ഈ ജനത്തോട് നീ കരുണ കാണിക്കണം, അവർ അജ്ഞരാണ്, അവരോട് നീ കരുണ കാണിക്കണം. ദൈവത്തിൻ്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ മോശയുടെ പ്രാർത്ഥന കേട്ട് 20-ാം തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ ഈ ജനത്തോട് ക്ഷമിക്കുന്നു. ദൈവം മോശയുടെ പ്രാർത്ഥന കേട്ട് ഇസ്രായേൽ ജനത്തോട് ക്ഷമിച്ചു. പ്രിയപ്പെട്ടവരെ, തുടർന്ന് സാമുവേൽ പ്രവാചകൻ, സാമുവേലിന്റെ 1-ാമത്തെ പുസ്തകം 12-ാം അധ്യായം 23-ാം വചനം. ഇസ്രായേൽ ജനം സാമുവേൽ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപം ചെയ്തു, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിവില്ല. പ്രവാചക, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രവാചക, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ? പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുകയും അതുവഴി പാപം ചെയ്യുകയും ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവാചകൻ ജനത്തിന് വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കരുണ, അവൻ്റെ കണ്ണീരൊഴുക്കിയുള്ള പ്രാർത്ഥന ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ അനുഗ്രഹമായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസക്കേൽ പ്രവാചകന്റെ പുസ്തകം, യെസക്കേൽ പ്രവചനം 9-ാം അധ്യായം 4-ാം തിരുവചനം നമ്മൾ പരിശോധിച്ചാൽ അവിടെ യെസക്കേൽ പ്രവാചകനോട് ദൈവത്തിൻ്റെ ദൂതൻ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യപുത്ര, നീ ജെറൂസലേം നഗരത്തിലേക്ക് ചെല്ലുക. അവിടെ നഗരത്തിൻ്റെ തെരുവീതികളിൽ ഈ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കണ്ണീരൊഴുക്കുകയും വിലപിക്കുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ നീ അടയാളമിടുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത് ഇങ്ങനെ നഗരത്തിന് വേണ്ടി കണ്ണീരൊഴുക്കി അവിടെ നടക്കുന്ന പാപം ക്ഷമിക്കപ്പെടാൻ വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഏതാനും പേരെ സംഘടിപ്പിക്കുക. അവർ ഒരുമിച്ച് ഈ ജനത്തിന് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കണം. അവരുടെ പ്രാർത്ഥന വഴിയായി ഒരുപക്ഷേ ദൈവത്തിൻ്റെ കരുണ ഈ ദേശത്തിൻ്റെ മേൽ വരികയും അവർ അനുതപിക്കുകയും അവർക്ക് മാറ്റം സംഭവിക്കുകയും ചെയ്യാം. യെസക്കേൽ പ്രവചനം 4-ാമത്തെ അധ്യായം 4 മുതൽ 8 വരെയുള്ള വചനം പരിശോധിച്ചാൽ വളരെ വളരെ ആകർഷകമായ ഒരു രംഗം നമ്മൾ തിരുവചനത്തിൽ കാണുകയാണ്. അവിടെ തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനോട് പറഞ്ഞു, നീ ഇടതുവശം ചരിഞ്ഞു കിടക്കുക, നിന്റെ മേൽ ഞാൻ ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപഭാരം മുഴുവൻ ചുമത്തുകയാണ്. നീ അത് 391 ദിവസം വഹിക്കണം. ഈ ജനത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷകളുടെ ദിവസത്തിനനുസരിച്ച് നീ അവരുടെ പാപഭാരം മുഴുവൻ ചുമക്കണം. ആ ദിവസങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ നീ വലതുവശം തിരിഞ്ഞു കിടക്കുകയും നിന്റെ മേൽ ഞാൻ യൂദാ ഭവനത്തിൻ്റെ പാപഭാരം ചുമത്തും. നീ 40 സംവത്സരം അവരുടെ ശിക്ഷയുടെ നാളുകൾ അനുസരിച്ച് നീ 40 ദിവസം പാപഭാരം വഹിക്കണം. നീ ഇടത്തോട്ടോ വലത്തോട്ടോ ചരിയാതിരിക്കേണ്ടതിന് കയറുകൊണ്ട് ഞാൻ നിന്നെ ബന്ധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുക. എന്താണെന്നറിയാമോ? തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളിൽ ചുറ്റുപാടും ജീവിക്കുന്ന പാപത്തിൻ്റെയും തിന്മയുടെയും സ്വാധീന വലയത്തിൽ മുഴുകിക്കളയുന്ന ഒരു രോഗത്തിൻ്റെ പീഡ, പാപത്തിൻ്റെ പീഡ, അവരുടെ പാപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഭാരം നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിൽ ചുമക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുവദിക്കും. ഇപ്രകാരമാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കുറിച്ചു വെച്ചത്. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം എടുക്കുക. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
21 22 തിരുവചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു, അത് കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല. എന്ന് പറഞ്ഞാൽ കർത്തൃസന്നിധിയിൽ ആ യാചനകൾ ഉയരുന്നത് വരെ അവൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത, ഒരു ഭാരം അവൻ അനുഭവിക്കാൻ തുടങ്ങും. ആ ഭാരത്തെക്കുറിച്ചാണ് തിരുവചനം പറഞ്ഞത്. ന്യായവധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നത് വരെ അവൻ പിൻവാങ്ങുകയില്ല. പ്രവാചകനെ ദൈവം അപ്രകാരം ഒരു പ്രാർത്ഥനയുടെ ഹൃദയം ഒരുക്കി അവനെ ദൈവം ഉണർത്തി. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നത് മറ്റൊന്നിനു വേണ്ടിയുമല്ല. ഇങ്ങനെ ഒരു ഭാരം നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിൽ ഉണർത്തിയിട്ട് നമ്മളെ ഓരോരുത്തരെയും അത്യുന്നതൻ ഉണർത്തുകയാണ്, ഒരു ഭാരം തന്ന് ഉണർത്തുകയാണ്. നമ്മുടെ ചുറ്റുപാടും എത്രയോ ജനലക്ഷങ്ങൾ അന്ധകാരത്തിൽ കഴിയുന്നു. നമ്മുടെ ചുറ്റുപാടും എത്രയോ ജനലക്ഷങ്ങൾ രോഗത്തിൻ്റെ പീഡയിൽ കഴിയുന്നു. നമ്മുടെ ചുറ്റുപാടും എത്രയോ ജനലക്ഷങ്ങൾ പ്രമാണം ലംഘിച്ച് പ്രമാണ ലംഘനങ്ങളുടെ അതിക്രമങ്ങളുടെ നടുവിൽ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ ബന്ധനങ്ങളും ശാപവും പേറി എത്രയോ പേർ കഴിയുന്നു. അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ വേണ്ടിയാണോ ദൈവം എന്നെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ഞാനും നിങ്ങളും ഈ ഭാരം അനുഭവിച്ചുകൊണ്ട് ചിന്തിച്ചെങ്കിൽ ആ ഉണർവിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇപ്പോൾ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ചെറിയൊരു സംഭവം ബൈബിൾ വിശുദ്ധ സുവിശേഷത്തിലെ ഒരു രംഗം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ മനസ്സിനെ ഉണർത്തി പിൻവാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം നോക്കുക. 4 വ്യക്തികൾ തളർവാദം പിടിവെച്ച് കിടക്കുന്ന ഒരു രോഗിയെ വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. യേശു പാലസ്തീനായിൽ അനേകർക്ക് സൗഖ്യം നൽകുന്നു. അവൻ്റെ പ്രാർത്ഥന അനേകർക്ക് വിടുതൽ കൊടുക്കുന്നു. എന്നാൽ അനേക വർഷമായി തളർവാദം പിടികെട്ട് കിടക്കുന്ന ഈ രോഗി, അവൻ്റെ രോഗം മാറുന്നില്ല. ഇവൻ രോഗിയായി കിടക്കുന്നു. എന്തുകൊണ്ടാണ് ഇവൻ രോഗിയായത്? ഇവൻ്റെ പാപം വഴിയായിട്ടോ ഇവൻ്റെ പൂർവികരുടെ പാപം വഴിയായിട്ടോ അറിയില്ല. ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ 4 മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ ഈ രോഗിയെക്കുറിച്ച് ഒരു വലിയ ഭാരം കൊടുത്തു. ഈ രോഗിയെക്കുറിച്ചൊരു ഭാരം കൊടുത്തു. ഈ രോഗി എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു? അനേകർ യേശുവിൻ്റെ അരികിൽ സൗഖ്യം പ്രാപിക്കുന്നു. എന്തുകൊണ്ട് ഈ രോഗി ഇവിടെ കിടക്കുന്നു? അവർ ആ ഭാരം സഹിക്കവയ്യാതായപ്പോൾ, ഈ രോഗിയെക്കുറിച്ചുള്ള ചിന്ത അവർക്ക് സഹിക്കാൻ വയ്യാതായപ്പോൾ അവർ 4 പേരും മുന്നോട്ട് വന്ന് ആ രോഗിയെ എടുത്ത് ഇതാ യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഈ പ്രാർത്ഥന എന്ത് ചെയ്യാനാണ് ദൈവം നമ്മളെ വിളിച്ചത്? കർത്താവ് എന്ത് ചെയ്തു? ഈ 4 പേരുടെ വിശ്വാസം കണ്ട്, എന്ന് പറഞ്ഞാൽ ഈ 4 പേരുടെ ഉള്ളിലെ തേങ്ങൽ കണ്ട്, ഈ 4 വ്യക്തികളുടെ ഉള്ളിലെ വേദന കണ്ട് യേശു എന്ത് ചെയ്തു? യേശു മറ്റെല്ലാവരെയും പിന്നിലേക്ക് തള്ളി യേശു ആ രോഗിയുടെ അടുക്കലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ഈ മനോഭാവത്തോട് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ പ്രമാണ ലംഘനങ്ങളുടെ തകർച്ചയിൽ കഴിയുന്ന അനേകം ആത്മാക്കളെ, നമ്മളെ കൊണ്ട് സാധിക്കുന്നിടത്തോളം ആത്മാക്കളെ യേശുവിൻ്റെ കൂദാശകളിലേക്ക് കൊണ്ടുവന്നാൽ, യേശുവിൻ്റെ വചനത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരിക്കലും നിരസിക്കാത്ത ദൈവത്തിൻ്റെ കൃപ ആ വ്യക്തിയുടെ മേൽ, ആ ആത്മാവിൻ്റെ മേൽ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയൂ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള
South India. Telephone 0091 480 270 8098, 0091 480 270 2613. Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.